മക്കളെ കാരണം ഇന്ന് LSSുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട ചോദ്യമാണ്. തുടർച്ചയായ 3 നാലക്ക സംഖ്യകളുടെ തുക 4500 ആണ്. എത്രയാണ്? 4500. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ തുടർച്ചയായ 3 നാലക്ക സംഖ്യകളാണ്. ശരിയല്ലയോ? തുടർച്ചയായ 3 നാലക്ക സംഖ്യകളുടെ തുക എത്രയാ? തുടർച്ചയായ 3 നാലക്ക സംഖ്യയുടെ തുക എത്രയാ? 4500. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ 3 അക്ക സംഖ്യകളല്ലേ, 3 നാലക്ക സംഖ്യകളല്ലയോ? അപ്പൊ ഒന്നാമത്തെ സംഖ്യക്ക് നമ്മൾ ഏത് പേര് കൊടുക്കുന്നു? എക്സ്. രണ്ടാമത്തെ സംഖ്യക്ക് എന്ത് പേര് കൊടുക്കുന്നു? എക്സ് പ്ലസ് 1. മൂന്നാമത്തെ സംഖ്യക്കോ? എക്സ് പ്ലസ് 2. ഇതിനകത്ത് എത്ര എക്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. എത്ര എക്സ് ഉണ്ട്? അപ്പൊ നമ്മൾ ഇവിടെ എത്ര എക്സ്? 3 എക്സ്. ഇനി ഇതിനകത്ത് സംഖ്യകൾ തമ്മിൽ കൂട്ടണം. ഇതിനകത്ത് സംഖ്യകൾ ഏതൊക്കെയാ? 2 1. 2 1 കൂട്ടിയാൽ എത്രയാ? 3. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കണ്ടെത്താം. മനസ്സിലായല്ലോ? അപ്പൊ 3 നാലക്ക സംഖ്യയുടെ തുക എത്രയാണെന്നാ പറഞ്ഞത്? 4500. ആ സംഖ്യകൾ ഏതൊക്കെ കാണാനെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ആ 3 സംഖ്യകൾക്ക് എന്തൊക്കെ പേര് കൊടുക്കുന്നു? എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എല്ലാം കൂടി കൂട്ടിയായിരുന്നു. എത്ര എക്സ് ഉണ്ട്? 3 എക്സ്. ഇനി സംഖ്യകൾ നമ്മൾ കൂട്ടിയായിരുന്നു. എത്ര ഉണ്ട്? 3. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 4500 അല്ലേ സംഖ്യ? ആ 4500 നിന്ന് ഈ 3 എന്ന് പറയുന്ന സംഖ്യ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 4500 നിന്ന് 3 എന്ന സംഖ്യ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 4500 നിന്ന് 3 കുറച്ചാൽ എത്രയാ? 4497. അപ്പൊ 4497 കിട്ടിയല്ലോ. ഇനി നമ്മൾ ഒരു ക്രിയയും കൂടെ ചെയ്താൽ മതി, നമ്മളുടെ സംഖ്യകൾ കിട്ടും. എന്താ, ഏത് ക്രിയയാണോ അറിയാ ചെയ്യേണ്ടത്? 3 കൊണ്ട് ഭാഗിക്കുക, ഹരിക്കുക അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നു 4497 ഭാഗം 3. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 3 എക്സ് ഈ എക്സിനോട് ചേർന്ന സംഖ്യ കൊണ്ട് ഭാഗിക്കുകയും സംഖ്യ കിട്ടുന്നതിന് എന്ത് ചെയ്യണം? കുറയ്ക്കുകയും വേണം. മനസ്സിലായല്ലോ? ഇനി 4497 ഭാഗം എത്രയാ? 3. നമുക്ക് ചെയ്ത് നോക്കാം. 4497 ഭാഗം എത്രയാ? 3. അപ്പൊ അവിടെ എന്ത് വരും? ഒരു 3 3. എന്ത് ചെയ്യും? കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 1. അടുത്ത സംഖ്യ എന്ത് ചെയ്യുന്നു? അതാ ഇറക്കുന്നു. 14 എത്ര? 3. എത്ര? 3. 4 3 12. ശിഷ്ടം എത്ര വരുന്നു? 2. ഇനി എന്താ ചെയ്യണ്ടേ? 9 കാത്തിറക്കുന്നു. 29 എത്ര? 3. 9 3 27. പിന്നെ എത്ര ഉണ്ട്? ശിഷ്ടം 2. ഇനി ഏതെങ്കിലും സംഖ്യ കാണിച്ചു ഇറങ്ങാണ്ടോ? 7. 27 എത്ര? 3. 9 3 27. സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 1499. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതായിരിക്കും നമ്മുടെ 3 സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ. 3 സംഖ്യയിൽ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? ഈ ഹരിച്ചു കിട്ടിയതായിരിക്കും. മനസ്സിലായോ? ഇനി 1499. അടുത്ത എത്ര ആയിരിക്കും? 1500. അടുത്ത എത്ര ആയിരിക്കും? 1501. കിട്ടിയില്ലയോ? ആൻസർ കിട്ടിയില്ലയോ? അപ്പൊ ഇനി ഇത് നമുക്ക് കൂട്ടി നോക്കാം. ശരിയാണോ എന്ന് നോക്കാം. 1499 എന്ത് ചെയ്യണം? പ്ലസ് 1500 പ്ലസ് 1501. 9 1 10. ശിഷ്ടം 1. 9 1 ശിഷ്ടം 1. 4 1 5 5 10 5 15. ശിഷ്ടം 1 1 1 2 1 3 1. സംഖ്യ കിട്ടിയില്ലയോ? സംഖ്യ കിട്ടിയോ? ശരി. ഇതേപോലെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ പരിചയപ്പെടാം. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക. തുടർച്ചയായ 5 സംഖ്യകളുടെ തുകയെന്ന് പറയുന്നു കേട്ടോ. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക. 4500 ആണ്. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം.
ശരി, അപ്പൊ ഇവിടെ എത്ര സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്? 5 സംഖ്യ. ആദ്യത്തെ സംഖ്യക്ക് എന്ത് പേര് കൊടുത്താ? എക്സ്. രണ്ടാമത്തെ സംഖ്യക്കോ? എക്സ് പ്ലസ് 1. മൂന്നാമത്തെ സംഖ്യക്കോ? എക്സ് പ്ലസ് 2. നാലാമത്തെ സംഖ്യ എക്സ് പ്ലസ് 4. അപ്പൊ എത്ര സംഖ്യകളായി നോക്കിയോ? 1, 2, 3, 4, 5. ഇനി എന്താ ചെയ്യണ്ടേ? എക്സ് എല്ലാം കൂടി കൂട്ടി എഴുതണം. എത്ര എക്സ് ഉണ്ട്? 1, 2, 3, 4, 5 എക്സ്. ശരിയാണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? സംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. 4ഉം 3ഉം 7ന്റെ കൂടെ 2 കൂട്ടിയാൽ 9 1 10. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യണ്ടേ? 4500 നിന്ന് ആദ്യം എന്താ ചെയ്യണ്ടേ? 10 മൈനസ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ സംഖ്യ മൈനസ് ചെയ്യണം. ശ്രദ്ധിച്ചോണേ, സംഖ്യ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 4500 നിന്ന് 10 പോയാൽ എത്രയുണ്ടെന്ന് അറിയാമോ? 4500 നിന്ന് 10 പോയാൽ 4490. ശരിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? 4490 ഭാഗം 5. ഈ 5 എക്സ് നടക്കുന്നത് കൊണ്ട് 5 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിച്ചു നോക്കണം. നമുക്ക് നോക്കാം. 4490 ഭാഗം 5. 4-നകത്ത് 5 ഉണ്ടോ? ഇല്ല. അപ്പൊ 44 എടുക്കുന്നത് എത്ര വരുന്നു? 8. 8 5 40. സിസ്റ്റർ 4. 4-നകത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? 49 എത്ര? 5 9. 9 5 45. സിസ്റ്റർ എത്ര വന്നു? 4. 4-നകത്തില്ല. അപ്പോൾ നമ്മൾ 0 കാത്തിറക്കുന്നു. 40 എത്ര എണ്ണുണ്ട്? 8. 8 5 40. നമുക്ക് കിട്ടിക്കഴിഞ്ഞ സംഖ്യ എത്രയാണ്? 898. എത്ര സംഖ്യകളാണ് വേണ്ട? ആദ്യത്തെ സംഖ്യ കിട്ടി 898. അടുത്ത എത്ര ആയിരിക്കും? പിന്നെ എത്ര? 900. 3ആയി. 901. അടുത്ത എത്ര? 902. ഇനി നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. 800 ശരിയാണോ എന്ന് നോക്കുന്നേ? 898 അധികം 2. 9 8ഉം 9 8 കൂട്ടിയാൽ 17. 17 1 18 2 20. ശിഷ്ടം 9 2 11 9 20. ശിഷ്ടം 8 2 10 8 18 9 27. 27 9 36. 36 9 45. സംഖ്യ കിട്ടിയില്ലോ. അപ്പൊ ഇതേ രീതിയിലുള്ള കണക്ക് വന്നാൽ ചെയ്യുമല്ലോ. ഓക്കെ.